ഈ ചിത്രങ്ങൾ ഒരിത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അസുഖം വന്നതോ അപകടം സംഭവിച്ചതോ അല്ല, സർക്കാർ സേനകൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചതാണ്. നിമിഷാർദ്ധത്തിൽ നിരവധി പ്ലാസ്റ്റിക് മെറ്റൽ പെല്ലറ്റുകൾ ശരീരത്തിൽ തുളച്ചു കയറിയ മനുഷ്യരുടെ ചിത്രങ്ങളാണവ. ഏറ്റവും അവസാനം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രതിഷേധത്തിലായിരുന്നു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആന്റി റയറ്റ് ഗൺ ഉപയോഗിച്ച് പെല്ലറ്റുകൾ തൊടുത്തത്. നിയമവിരുദ്ധ ഒത്തുചേരൽ, പൊതുജന സമാധാനത്തെ തകർക്കുന്ന ഒത്തുചേരൽ എന്നിവ പിരിച്ചുവിടാൻ സേനകൾക്ക് ഫോഴ്സ് ഉപയോഗിക്കാമെന്ന നിയമവാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേനകൾ അതിക്രൂരമായ ഈ മുറ സ്വീകരിക്കുന്നത്. ആദ്യമായി ഇന്ത്യയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൂടിയാണെന്ന് ഓർക്കണം. ഇന്ത്യയിൽ പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗത്തെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിന്റെ അഭാവം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ 2016-17 വർഷങ്ങളിലായി 17 മനുഷ്യർ വ്യത്യസ്ത സേനകളുടെ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ മരിച്ചതായാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് 2018 പാർലമെന്റിൽ വ്യക്തമാക്കിയത്. കള്ളമാണ്. കാരണം കശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും 100-ലേറെ മനുഷ്യർ കശ്മീരിൽ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദി അസോസിയേഷൻ ഓഫ് പാരന്റ്സ് ഓഫ് ഡിസപ്പിയർഡ് പേഴ്സൺസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കണക്കുകൾ പ്രകാരം സർക്കാർ സേനകളുടെ പെല്ലറ്റുകൾ തുളച്ചു കയറിയ കാരണത്താൽ കശ്മീരിൽ മാത്രം 4500-ലേറെ ആളുകൾക്ക് അതിഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയവരിൽ 14% പേർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് കൂടി ഓർക്കണം. അതിനുശേഷം കർഷക സമരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. അവസാനമായി നീറ്റ് ക്രമക്കേടിനെതിരെയുള്ള പ്രതിഷേധത്തിലും. അതിഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമായിട്ട് പോലും സുപ്രീം കോടതി പോലും പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ നിലപാടെടുക്കുന്നില്ല. പാർലമെന്റിൽ അമിത്ഷായെ കാത്ത് പ്രതിപക്ഷം നിലയുറപ്പിക്കുമ്പോൾ പോലും അതിലൊരു വിരോധാഭാസമുണ്ട്. അവർ ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ് പെല്ലറ്റ് ഗൺ ആദ്യമായി ഉപയോഗിച്ചതെന്ന ചരിത്ര സത്യത്തിൽ നിന്നും കോൺഗ്രസിന് എങ്ങനെ ഒളിച്ചോടാൻ കഴിയും? പ്രതിഷേധകർക്കെതിരെയുള്ള സർക്കാർ സേനകളുടെ പെല്ലറ്റ് ഗൺ ഉപയോഗം തീർച്ചയായും നിരോധിക്കപ്പെടണം. അത് പറയേണ്ട ഉത്തരവാദിത്തവും ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഫാക്ട് ആൻഡ് ഫോക്കസിലേക്ക് സ്വാഗതം. വർഷം 2010. കശ്മീരിലെ കുപ്വാര ജില്ലയിലുള്ള 3 ചെറുപ്പക്കാരെ ജോലി വാഗ്ദാനം ചെയ്ത് സൈന്യം വിളിച്ചു വരുത്തി തീവ്രവാദികളാണെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തി. വിഷയം കുപ്വാര ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. ജനങ്ങൾ സൈന്യത്തിനെതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായി. കൂട്ടം കൂടിയ ജനങ്ങൾ സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞു. പ്രതിഷേധങ്ങൾ കനത്തപ്പോൾ CRPFും പോലീസും വ്യത്യസ്ത മുറകൾ ഒത്തുകൂടിയവരെ പിരിച്ചുവിടാൻ സ്വീകരിച്ചു. ഒന്നും മതിയാവുന്നില്ല. യഥാർത്ഥ വെടിയുണ്ടകളല്ലാതെ എന്തുപയോഗിക്കാമെന്ന ചർച്ച ഒമർ അബ്ദുള്ള സർക്കാരിന്റെ വട്ടമേശകൾക്ക് ഭാരം കൂട്ടി. ഒടുവിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാമെന്ന തീരുമാനത്തിൽ ചർച്ച അവസാനിപ്പിച്ചു. ഒമർ അബ്ദുള്ള സർക്കാർ കേന്ദ്രത്തോട് അനുമതി ചോദിച്ചു. മൻമോഹൻ സർക്കാർ CRPFന് 12 ബോർ പമ്പ് ആക്ഷൻ ഷോട്ട് ഗണ്ണുകൾ നൽകി കശ്മീരിലേക്ക് അയച്ചു. നിമിഷ നേരം കൊണ്ട് 450 കുഞ്ഞു മെറ്റൽ പെല്ലറ്റുകളെ ചിതറിത്തെറിപ്പിക്കുന്ന ഗണ്ണുകൾ. മാരകമല്ലാത്ത ഒരു പരിഹാരമാർഗം എന്ന നിലയിലാണ് പെല്ലറ്റ് ഗണ്ണുകളെ സർക്കാർ സ്വീകരിച്ചതെങ്കിലും പ്രത്യാഘാതങ്ങൾ അതിഭീകരമായിരുന്നു. 350 യാർഡെങ്കിലും അകലം പാലിച്ച് വേണം ഷൂട്ട് ചെയ്യാനെന്നതും അരക്ക് കീഴ്പോട്ട് മാത്രമേ വെടിവെക്കാവൂ എന്നതും അനുസരിക്കപ്പെടാത്ത നിർദ്ദേശങ്ങളായി മാറി. നിരവധി മനുഷ്യർ CRPFന്റെയും പോലീസിന്റെയും പെല്ലറ്റ് ഗണ്ണ് പ്രയോഗം കാരണം മരിച്ചു. നിരവധി പേർക്ക് അതിശക്തമായ പരിക്കുപറ്റി. ഒത്തിരി മനുഷ്യരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. പലരുടെയും ശരീരത്തിന്റെ ഹൃദയഭാഗങ്ങളിലേക്ക് മെറ്റൽ പെല്ലറ്റുകൾ വ്യാപകമായി തുളച്ചു കയറി. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നു. മനുഷ്യാവകാശ സംഘടനകൾ ഇടപെട്ടു. കാർഡുകളും മുദ്രാവാക്യങ്ങളും വാനോളം ഉയർന്നു. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല. അവസാന മാർഗമെന്ന നിലയിലാണ് പെല്ലറ്റ് ഗണ്ണുകളെ ആശ്രയിച്ചതെന്നും കേന്ദ്ര സർക്കാരാണ് നിർദ്ദേശിച്ചതെന്നും പറഞ്ഞ് ഒമർ അബ്ദുള്ള സർക്കാർ കൈകഴുകി. കശ്മീരിൽ പിന്നീടും പെല്ലറ്റ് ഗണ്ണുകളുടെ പ്രയോഗം നടന്നു. മാറിവന്ന സർക്കാരുകളെല്ലാം അക്രമകാരികളുടെയും അല്ലാത്തവരുടെയും നേരെ മെറ്റൽ പെല്ലറ്റുകൾ ഉപയോഗിച്ചു. 2016 ബുർഹാൻ വാനി പ്രതിഷേധത്തിൽ, 2018 ഷോപ്പിയാൻ പ്രതിഷേധത്തിൽ, അതേ വർഷം തന്നെ ഹിബ്ബാജാൻ കേസ് പ്രതിഷേധത്തിൽ. ആ നരനായാട്ടിന്റെ കണക്കുകൾ ഏത് മനുഷ്യപ്പറ്റുള്ള പൗരന്റെയും കണ്ണ് നിറയ്ക്കും. ദി അസോസിയേഷൻ ഓഫ് പാരന്റ്സ് ഓഫ് ഡിസപ്പിയർഡ് പേഴ്സൺസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 100-ലേറെ മനുഷ്യർ കശ്മീരിൽ പെല്ലറ്റുകൾ ശരീരത്തിൽ തുളച്ചു കയറിയ കാരണത്താൽ മരിച്ചിട്ടുണ്ട്. 4500-ലേറെ മനുഷ്യർക്ക് അതിഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ 350 സിവിലിയന്മാരുടെ കാഴ്ചശേഷി പെല്ലറ്റുകൾ കണ്ണുകളിൽ തുളച്ചു കയറിയ കാരണത്താൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. CRPFന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2016 ബുർഹാൻ വാനി പ്രതിഷേധം നടക്കുമ്പോൾ 1.3 മില്യൺ പെല്ലറ്റുകൾ വെറും 32 ദിവസത്തിനുള്ളിൽ സൈന്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്.
ആ പെല്ലറ്റുകൾ തുളച്ചു കയറിയത് അക്രമകാരികളുടെ ശരീരത്തിൽ മാത്രമല്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. പെല്ലറ്റ് തുളച്ചു കയറിയവരിൽ 8 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ടായിരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. പിന്നീട് കർഷക സമരം നടക്കുമ്പോൾ ഇതേ അക്രമം തന്നെ വീണ്ടും നടന്നു. ഡൽഹിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെ വെച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശമായ കനൌരിയിൽ വെച്ചായിരുന്നു കർഷകർക്കെതിരെയുള്ള പെല്ലറ്റ് ആക്രമണം. നിരവധി കർഷകർക്ക് അതിഭീകരമായ പരിക്കുകൾ ഉണ്ടായി. 3 കർഷകരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്തിന്റെ പേരിൽ? സമാധാനപരമായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ പേരിൽ. ഒടുവിൽ ഇപ്പോഴിതാ CJP നയിച്ച നീറ്റ് ക്രമക്കേട് പ്രതിഷേധത്തിലും പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിരിക്കുന്നു. 10ലേറെ പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പോലീസും CRPF ഔദ്യോഗിക വൃത്തങ്ങളും ആദ്യം ഈ കാര്യം നിഷേധിച്ചെങ്കിലും രക്ഷപ്പെടാനാവാത്ത വിധം കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പോലീസിന്റെയും കേന്ദ്രസേനയുടെയും അക്രമങ്ങൾ നേരിട്ടവർ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലും സഫ്ദർജംഗ് ആശുപത്രിയിലും നൽകിയ RTIയിലൂടെ ഹോസ്പിറ്റൽ അധികൃതരും പ്ലാസ്റ്റിക് പെല്ലറ്റ് ഉപയോഗം നടന്നതായി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ ജനറൽ ഡയറിയിൽ 2 റൗണ്ടിലേറെ പെല്ലറ്റ് ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തിന്റെ പേരിലായിരുന്നു നീറ്റ് ക്രമക്കേട് പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണെടുത്തത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്? ആ ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന് കൃത്യമായ ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അമിത്ഷാ ഇപ്പോൾ മുങ്ങി നടക്കുന്നത്. BNSS 148 മുതൽ 151 വരെയുള്ള സെക്ഷനുകളാണ് വ്യത്യസ്ത സേനകൾക്ക് ആവശ്യ സമയത്ത് ഫോഴ്സ് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുന്നത്. നിയമവിരുദ്ധമായ ഒത്തുചേരൽ പിരിച്ചുവിടാനും പൊതുജന സമാധാനം നഷ്ടപ്പെട്ടേക്കാവുന്ന പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളപ്പോഴും മാത്രമേ അതിന് അനുവാദമുള്ളൂ. സേനകളുടെ പെല്ലറ്റ് ഗൺ ഉപയോഗം കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് ദുരുപയോഗത്തിന് വളമാകുന്നത്. ആകെയുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ SOP അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മാത്രമാണ്. പല സമയത്ത് നടന്ന കോടതി ഇടപെടലുകളിലൂടെയും എക്സ്പേർട്ട് കമ്മിറ്റി നിർദ്ദേശങ്ങളിലൂടെയും രൂപപ്പെട്ടവയാണവ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രകാരം പെല്ലറ്റ് ഗൺ ഉപയോഗം ഏറ്റവും വയലന്റ് ആയ സന്ദർഭങ്ങളിൽ മാത്രം പ്രയോഗിക്കാനുള്ളതാണ്. അതിനു മുമ്പ് വേർബൽ വാർണിങ്ങുകളും പബ്ലിക് അനൗൺസ്മെന്റുകളും, അത് ഫലിക്കുന്നില്ലെങ്കിൽ മാത്രം ലാത്തി ചാർജും ടിയർ ഗ്യാസും പെപ്പർ സ്പ്രേയും ഉപയോഗിക്കാം. അതിലും നിയമവിരുദ്ധ ഒത്തുചേരലുകളും പൊതുജനത്തിന് ഭീഷണിയായ സംഗമങ്ങളും പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക് മെറ്റൽ പെല്ലറ്റുകൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അപ്പോഴും ശ്രദ്ധിക്കാനുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 350 യാർഡെങ്കിലും ദൂരെ നിന്ന് അരക്ക് കീഴ്പോട്ട് മാത്രമേ വെടിവെക്കാവൂ. ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ജന്തർ മന്തർ പ്രതിഷേധത്തിൽ നടന്നിട്ടില്ല. കർഷക സമരത്തിൽ ഉപയോഗിച്ചപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. 2 പ്രതിഷേധങ്ങളും വയലന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലതാനും. 100% നിയമവിരുദ്ധമായ പെല്ലറ്റ് ഗൺ ഉപയോഗം. അതിനുള്ള അടിസ്ഥാന കാരണം കൃത്യമായൊരു നിയമമില്ലാത്തതാണ്. കശ്മീരിലെ മനുഷ്യർ അതിനായി കോടതി കയറിയിറങ്ങിയിട്ടൊന്നും ഇതുവരെ കോടതിയുടെ കൃത്യമായ ഇടപെടലുണ്ടായിട്ടില്ല. അവസാനമായി CJP പ്രതിഷേധത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ആർട്ടിക്കിൾ 21 നേരിട്ട് ബാധിക്കാത്ത കാലത്തോളം പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. 100ലേറെ മനുഷ്യർ മരണപ്പെട്ടിട്ടും 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 350ലേറെ മനുഷ്യരുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും 4500ലേറെ മനുഷ്യർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടും ഇതൊരു ജീവിക്കാനുള്ള അവകാശത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ലെന്നോ? സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, തീർച്ച. ജന്തർ മന്തർ പ്രതിഷേധത്തിനിടെ പെല്ലറ്റാക്രമണം നേരിട്ട വിദ്യാർത്ഥിയുടെ ഷർട്ട് പൊക്കി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടു കാണും. ഏത് രാഹുൽ ഗാന്ധി? ആദ്യമായി ഇന്ത്യയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ്. അദ്ദേഹത്തിനെ ചരിത്രം ഓർമ്മപ്പെടുത്തേണ്ട സമയം കൂടിയാണിത്. 2010 പാർട്ടിക്കും നേതാക്കന്മാർക്കും പറ്റിയ തെറ്റുകളെ തിരുത്താനും പ്രായശ്ചിത്തം ചെയ്യാനും കൂടിയുള്ള ഒരവസരമായി കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിനെ കാണാം. അമിത്ഷാ സഭയിൽ മറുപടി പറഞ്ഞതുകൊണ്ടായില്ല. ആംനസ്റ്റിയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറുമെല്ലാം അടിവരയിട്ട് പറഞ്ഞതുപോലെ പ്രതിഷേധിക്കുന്ന മനുഷ്യരെ പിരിച്ചുവിടാനായി പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ്. പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗം കൃത്യമായി റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നടത്താൻ മുൻകൈയെടുക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. കാരണം കോൺഗ്രസിന്റെ പെല്ലറ്റ് ഗൺ ഇപ്പോൾ BJPയുടേതായി മാറിയ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കോൺഗ്രസിന് ഇതൊരു പ്രായശ്ചിത്തം കൂടിയാണ്.